2021 മോഡലാണ്. സിംഗിൾ ഓണർ. ഓക്കെ. കിലോമീറ്റർ ആകെ 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 54,000. ഓക്കെ. നോർമൽ ഓട്ടോ. 4 വീല് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ടർബോ DCT 2019 ലോ കിലോമീറ്റർ. 6 വർഷം കൊണ്ടാണ് വെറും 23,000 കിലോമീറ്റർ. 29,000 കിലോമീറ്റർ. സോറി, 29,000 കിലോമീറ്റർ 6 വർഷം കൊണ്ടാണ് ഓടിയത്. 2022 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. XV ആണ് മോഡൽ. ഏറ്റവും ഫുൾ ഓപ്ഷൻ 22 മോഡലിൽ ടർബോ ആണ് വണ്ടി. 1 ലിറ്റർ ടർബോ. ഓട്ടോമാറ്റിക്കാ? മാനുവൽ. 2023 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 32,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 32,000. ഏതാ മാസം വരുന്നത്? 9ാം മാസം. അപ്പോൾ 9ാം മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയായിരിക്കും അല്ലേ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ലോയൽ കാർസിലേക്ക് വന്നിരിക്കുകയാണ്. കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത്. പവർ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു 2-3 വീഡിയോസിൽ ഒരാൾ കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ദ ട്രൂത്ത് എന്നങ്ങാനാണ് ആളുടെ പേര് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ 2020 ശേഷമുള്ള വണ്ടികൾ കാണിക്കുക, അത് മാത്രം കാണിക്കുക, വെറുതെ എന്തിനാ പഴയ വണ്ടികളൊക്കെ കാണിക്കുന്നത്? സുഹൃത്തെ, നമ്മുടെ വീഡിയോ കാണുന്ന പലരും പല ഗതികളുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് പല വണ്ടികളും നമ്മൾ കാണിക്കേണ്ടി വരും, പഴയതും പുതിയതും ഒക്കെ തന്നെ. ഈ എല്ലാ വണ്ടികളിലായാലും ക്വാളിറ്റി വണ്ടികളുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികളുണ്ട്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻജിൻ സൈഡും ബാക്കി എല്ലാ സൈഡും നമുക്ക് കുറച്ച് കാലം നല്ലോണം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൊരു അർത്ഥത്തിലാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാരുണ്ട് ഇങ്ങനത്തെ കാണുന്നത്. അപ്പോൾ 2020 ശേഷമുള്ള മാത്രം എടുത്ത് കാണിക്കാൻ പറ്റില്ല, പല ബഡ്ജറ്റുള്ള വണ്ടികൾ നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ ഇവിടുത്തെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് അൻവർ ഭായിനെ സ്വാഗതം ചെയ്യാം. അൻവർ ഭായ്, എങ്ങനെ പോകുന്നു? സുഖമല്ലേ? എങ്ങനെ കഴിഞ്ഞ കച്ചവടമൊക്കെ? ജനുവരി ആയിട്ട് ഇപ്പോൾ എൻക്വയറീസും കാര്യങ്ങളൊക്കെ നല്ലോണം വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ലാസ്റ്റിലേക്ക് കുറച്ചൊന്ന് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ. ഇവിടെയെന്ന് വെച്ചാൽ എല്ലാ സെഗ്മെൻറ്റ് കാറുകളും ഉണ്ടാവും. അപ്പോൾ 2020 മുകളിലുള്ള മാത്രമല്ല, എല്ലാ സെഗ്മെൻറ്റും ഉണ്ട് അല്ലേ? മോഡൽ കുറഞ്ഞ വണ്ടിയും കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇപ്പോൾ ഏതാണുള്ള? റിറ്റ്സ് ആണോ? ഏതാണുള്ളത്? സ്റ്റാർട്ടിങ് ഇപ്പോൾ നമ്മളിൽ വരുന്നത് സണ്ണി അല്ലേ? ബേസ് പ്രൈസ് വെച്ചിട്ട് പറഞ്ഞാൽ നിസാൻ സണ്ണി കുറഞ്ഞ പ്രൈസിൽ തന്നെ കിട്ടുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും പുതുവർഷമാണ്, ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ സ്റ്റോക്ക് മാക്സിമം വിലക്കുറവിൽ കാണിക്കാൻ കൊടുക്കാൻ പറ്റുമോ? വില കുറവിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാം. നമ്മുടെ ആദ്യ വാഹനം ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? അതെ, ഒറിജിനൽ കേരള. 2.7 പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക്കാ? പെട്രോൾ ഓട്ടോമാറ്റിക്. 2.7 Z ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ. 2016 ഫസ്റ്റ് ഇറങ്ങിയ ഷേപ്പ് വണ്ടി അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര പോയത്? ആകെ 51,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. സർവീസ് ഒക്കെ പക്ക ഉണ്ടോ? സർവീസ് ഒക്കെ പക്ക, ഫുൾ കമ്പനി സർവീസ്. നമ്പറുമാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, മേജർ ക്ലെയിം ഒന്നുമില്ല. ചെറിയ ബമ്പർ, ചെറിയ ക്ലെയിമുകൾ, ബമ്പർ മാറാം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മേജർ ആയിട്ടുള്ള ഒരു ക്ലെയിം ഇല്ല. ഒന്നിപ്പോ ഒന്നും ചെയ്യാനും ഇല്ല. പെട്രോൾ അടിക്കുക, കൊണ്ടുപോവാ. ഇപ്പൊ സർവീസ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല. പെട്രോൾ ക്രിസ്റ്റയാണ്. നല്ല സ്മൂത്ത് ആയിരിക്കും ഡ്രൈവ്. നല്ല സ്മൂത്ത് പെർഫോമൻസും ഉണ്ടാവും, സ്മൂത്ത്നെസ്സും ഉണ്ടാവും. ആ ഒരു വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്യും ഡീസലിന് മാറിക്കഴിഞ്ഞാൽ. പിന്നെ മൈലേജ് ഒരു 7-10 ആ റേഞ്ച് ഉണ്ടാവും. 7-10 റേഞ്ച് മൈലേജ് ഉണ്ടാവും. പക്ഷേ ആ കംഫർട്ട് സുഖമാണ്. പിന്നെ Z ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷനുമാണ്. ഓക്കെ. എത്ര ഇതിന് ചോദ്യം എത്രയാണ്? ഇത് 2016 മോഡലാണ്. 2016 മോഡലാണ്. ഓക്കെ. ചോദിക്കുന്നത് 13,20,000. 13,20,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള Z ഓട്ടോമാറ്റിക് ഈ ഒരു ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2016 മോഡൽ. ലോൺ ഒരു 12 ലക്ഷം കിട്ടുമോ? ലോൺ 12 മാസം ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത വാഹനം ഫോക്സ് വാഗൺ പോളോ ആണ്. KL 42 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഓക്കെ. ആകെ 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഉണ്ടോ? സർവീസ് ഒക്കെ കമ്പനി ഹിസ്റ്ററി ഉണ്ടല്ലോ. ഓക്കെ. 54,000 അലോവിൽ എക്സ്ട്രാ അഡീഷണൽ ആഡ് ചെയ്തിരിക്കണം കേട്ടോ. മിഡിൽ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ കൂടെ അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. 2014 ലോ കിലോമീറ്റർ വാഹനം, സെക്കൻഡ് ഓണർഷിപ്പ്. മേജർ ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ ആയിട്ടില്ല. ഉണ്ടാവാൻ ചെറിയ ടച്ചപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഒരു നല്ല
കാണാൻ നീറ്റുള്ള ഒരു പോളോ അല്ലേ? എങ്ങനെ നല്ല ഒതുക്കത്തിലുള്ള വണ്ടിയാണ് ഇപ്പോൾ. പോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഡിമാൻഡ് ഉള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? എത്രയാണ് ഇത് നമ്മൾ ഇവിടെ ചോദിക്കുന്നത് 390. 3,90,000 ചോദ്യമാണ്. മാറ്റം വരുത്തി കൊടുക്കാം, മാറ്റം വരുത്തി തരും. 3,90,000 രൂപയ്ക്ക് 2014 സെക്കൻഡ് ഓണർഷിപ്പ്, 56,000 കിലോമീറ്റർ, 54,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു കംഫർട്ട് ലൈൻ പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1.2 പെട്രോൾ എഞ്ചിനാണ് വരിക. മൈലേജ് ഒരു 11-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. അഡീഷണലി നല്ല അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പോളോ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഒരു 3-3.5 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. ലോൺ കിട്ടും, അത്രയും കയറാൻ ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടി വീണ്ടും നമ്മൾ 7 സീറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. മഹീന്ദ്ര XUV 700 KL2 കൊല്ലം രജിസ്ട്രേഷൻ വാഹനം. ഇത് നല്ലൊരു ബ്ലൂ കളർ അല്ലേ? അതെ, ബ്ലൂ. ഏതാ ഫുൾ ഓപ്ഷൻ? ഇത് AX7 7L ഇല്ല, 7L ആണ് ഫുള്ള് വരിക, ലക്ഷറി. അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ്. മാറ്റം ഉണ്ടാവുക ഹാൻഡ് ബ്രേക്ക്, ലിവർ ആയിരിക്കും ഇതിൽ അല്ലേ? മറ്റേല് ബട്ടണാണ് വരിക. ഓക്കെ, പിന്നെ സീറ്റ് വെന്റിലേഷൻ്റെ കുറവുണ്ടാവും, ചെറിയ മാറ്റം. ഓക്കെ, ആ 2 ഫീച്ചേഴ്സ് മെയിനായിട്ട് മാറുന്നത്. ബാക്കി അഡാസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നില്ലേ? അതിന് അഡാസ് വരുന്നുണ്ട്. ഓക്കെ, ഏതാ മോഡൽ? ഇത് 2023 ഡീസൽ ഓട്ടോമാറ്റിക്. 23 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ? ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 53,000. 53. ജെനുവിൻ സർവീസ് ഉണ്ട്? സർവീസ് ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇപ്പോൾ ബാറ്ററി മാറ്റിക്കുന്ന പുതിയ. നമ്മൾ പറഞ്ഞ വണ്ടി എല്ലാം 50 ഉള്ളത്. പോളോ ആയാലും ക്രിസ്റ്റ ആയാലും എല്ലാം ആ റേഞ്ച് വരുന്ന വണ്ടി ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. ഓക്കെ, പക്ക സർവീസ് ഉണ്ട് അല്ലേ? പക്ക സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, 23. ഇപ്പോൾ 26 ഏത് മാസം ഇത് വാറണ്ടി അവസാനിക്കുക? വാറണ്ടി കഴിഞ്ഞുണ്ടാവും. ഇപ്പോൾ 26-ലായിട്ടുള്ളൂ, 23 സ്റ്റാർട്ടിംഗ് ആയിരുന്നു വണ്ടി. ഞാൻ പറഞ്ഞതാ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റും. ചിലപ്പോൾ കമ്പനി വാറണ്ടി തന്നെ നിൽക്കായിരിക്കും. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. എനിക്ക് തോന്നുന്നു അന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 30 ലക്ഷത്തിൻ്റെ അടുത്ത് വില ഉണ്ടാവും ഇറങ്ങുന്ന സമയത്ത് അല്ലേ? ഇന്നിപ്പോൾ ഒരു 28-28 ആ റേഞ്ച് ഉണ്ടാവും. 29 അടുത്ത് ഏകദേശം ഈ ഒരു ഓപ്ഷന് വില വരുന്നുണ്ടെന്ന് തോന്നുന്നു. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ ചോദിക്കുന്നത്? 20,90,000. 20,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു വാഹനം. അപ്പോൾ ഒരു 9 ലക്ഷത്തിൻ്റെ മാറ്റം ഏകദേശം വന്നു കഴിഞ്ഞു അല്ലേ? ഏകദേശം വന്ന് ചെറിയൊരു മാറ്റം കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. വരുമ്പോൾ ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. അപ്പോൾ പറഞ്ഞ വില ഫൈനലല്ല, 20,90,000 ചോദ്യമാണ്. എന്തായാലും മാറ്റി തരുന്നതാണ് വില. കുറച്ച് തരും. ലോണും മാക്സിമം കയറും ഒരു 18 ലക്ഷം, ഒരു 18-19 രൂപ കയറും അല്ലേ? 19 നല്ല ട്രാക്കിലുള്ളവർക്കും 19, 18 വരെ ഏകദേശം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാ വണ്ടി? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. പുതിയ നോക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഒന്ന് വന്നു നോക്കും അല്ലേ? അടുത്ത വണ്ടി അടുത്തത് മഹീന്ദ്രയുടെ തന്നെ XUV 500 KL7 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. W11 അന്നത്തെ ഏറ്റവും ടോപ്പ് എൻ്റെ W11 ആണ്. സൺറൂഫ് ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2018 സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് W11 XUV 500. ഓക്കെ, മൈലേജ് ഒരു 10-12 റേഞ്ചൊക്കെ ഏകദേശം പ്രതീക്ഷിക്കാം. പിന്നെ ഓട്ടോ എത്ര പോയത്? ഓട്ടോ 1.5 ലക്ഷം ഓടിക്കുന്നത്. 1.5 ലക്ഷം കറക്റ്റ് ഓട്ടോ, പ്രോപ്പർ സർവീസ് പോകുന്ന വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. നിലവിൽ എടുക്കുന്ന ആൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ടയറ് വരെ പക്കാണ്. സർവീസും ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം കണ്ടോ? ആ സൈഡ് ഓക്കെ, ഇത് റൈറ്റ് സൈഡിലുണ്ട്. ഈ ഒരു പിയാനോ ബ്ലാക്ക് അല്ല, ഈ ഒരു കണക്ടർ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് മാത്രം പോയിട്ടുണ്ട്. എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 11,75,000. 11.25 ലക്ഷം അല്ല? 11.75-ന് 2018 സിംഗിൾ ഓണർഷിപ്പ് W11 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്കൊരു 10 ലക്ഷം ലോൺ 10 ലക്ഷം. വില മാറ്റം ചെയ്ത് കൊടുക്കാമല്ലോ? അടുത്തതാ നിസാൻ മാഗ്നൈറ്റ് KL3 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് 2022 മോഡൽ, ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, XV ആണ് മോഡൽ. ഏറ്റവും ഫുൾ ഓപ്ഷൻ 22 മോഡല്. ടെർബോ ആണ് വണ്ടി, 1 ലിറ്റർ ടെർബോ. ഓട്ടോമാറ്റിക്കാ? മാനുവൽ 1 ലിറ്റർ ടെർബോ മാനുവൽ വാഹനമാണ്. ഓക്കെ, ചെറിയ ക്ലെയിം എടുത്തിരിക്കുന്നത്, ഒരു 35ന്റെ ക്ലെയിം എടുത്തിരിക്കുന്നത്. 30,000 രൂപ. 30,000 ഇതാണ് വരുന്നത്. ബമ്പർ, പിന്നെ ബോണറ്റ് പെയിന്റിങ്, അങ്ങനെ ചെറിയ ഫ്രണ്ടിൽ വന്നാൽ നമ്മള് B2Bയിൽ ചെയ്യൂല. ഓക്കെ, അങ്ങനെ ഒന്ന്. എന്നാൽ ഹിസ്റ്ററി ഫുള്ള് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. പക്ക ഹിസ്റ്ററി നമുക്ക് കൊടുക്കാം. ചെക്ക് എന്തൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ള കറക്റ്റ് നോക്കാം. പിന്നെ കമ്പനി തന്നെ അല്ല എടുത്തല്ലേ? ഫുള്ള് കമ്പനിയില്ല. അതുകൊണ്ട് നമ്മൾ ഹിസ്റ്ററി മൊത്തം നമുക്ക് ഇനി ഒരു കസ്റ്റമർ വരാൻ നമുക്ക് കൊടുക്കാം. ഇതിന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തിട്ടില്ലല്ലോ? വാറണ്ടി ഇല്ല. ഓക്കെ,
1 ലിറ്റർ ടർബോ ഒരു 12-16 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. 16-17 വരെ 17 വരെ കിട്ടും. 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ എഞ്ചിനാണ്, മാനുവലാണ്, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 34,000 കിലോമീറ്റർ ഓടിറ്റേ ഉള്ളൂ. 34,000 നോർമൽ ഓട്ടം തന്നെ. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്രയാണ് ഇത് നമ്മളിവിടെ ചോദിക്കുന്നത്? 5,90,000. 5,90,000 രൂപയ്ക്ക് പുഷ് ബട്ടൺ അടക്കം ഫീച്ചേഴ്സ് വരുന്ന അലോയ്സ് പുഷ് ബട്ടൺ എല്ലാം വരുന്ന XP ഫുൾ ഓപ്ഷൻ 2022 മോഡൽ ഈ ഒരു നിസാൻ മാഗ്നൈറ്റ് നിങ്ങൾക്ക് 5,90,000 ഓടോ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, അപ്പോൾ ലോൺ ഒരു 5-5.5 ലക്ഷം വരെ കയറും. ആ ലോൺ മാക്സിമം കയറും. വാഹനത്തിനാണ് പറയുന്നത്, ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അങ്ങോട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ വീണ്ടും ഒരു ഫോക്സ് വാഗൺ പോളോ. ഇത് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. നേരത്തെ കണ്ടതിൻ്റെ സെയിം മോഡൽ തന്നെ ഇതും? സെയിം മോഡൽ, സെയിം അല്ല, 2013 ഡിസംബർ ഉണ്ട്. 13 ഡിസംബർ, മറ്റേ 14 മറ്റേ 14 നമ്പർ. ഓക്കെ, ഇത് 13 ലാസ്റ്റ് മോഡൽ. ഏതാ ഓപ്ഷൻ? ഏതാ ഓപ്ഷൻ വരുന്നത്? കംഫർട്ട് ലൈൻ ആണ്. മിഡിൽ ഓപ്ഷൻ. കിലോമീറ്റർ ആകെ 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഫുൾ കമ്പനി സർവീസ് ഉണ്ടോ? ആ സർവീസ് ഉണ്ട്, കമ്പനി ഉണ്ട്, പുറത്തുണ്ട്, രണ്ടും കൂടിയാണ്. രണ്ടും കൂടിയാ? ഉറപ്പിക്കാൻ പറ്റുമോ? കിലോമീറ്റർ ഫസ്റ്റ് ഇത് നമ്മൾ എടുത്തിട്ടില്ല, കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലിന് വെച്ച വണ്ടിയാണ്. ഓക്കെ, കസ്റ്റമറുടെ സൈഡിൽ നിന്നുള്ള വണ്ടിയാണ്, പാർക്ക് ആൻഡ് സെയിൽ വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളും വേണേൽ പാർക്ക് ആൻഡ് സെയിൽ വെക്കാം. ഓക്കെ, KL11 കംഫർട്ട് ലൈൻ പോളോ, AC പോർഷനിൽ ഫോട്ടോ പ്രോറിൻ്റെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ബാക്ക് വൈപ്പർ, ഡിഫോഗർ എല്ലാം ഉണ്ടാവും. ഇതിൽ അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടില്ല അല്ലേ? നല്ല ടയേഴ്സ് ഉണ്ട്, പുതിയ ടയേഴ്സാണ് യോക്കോമേൻ്റെ. അപ്പോൾ പെട്രോൾ പോളോ ആണ്, വലിയ മെയിൻ്റനൻസ് ആയിട്ട് മേടിക്കാൻ ആവശ്യമില്ല. മൈലേജ് ഒരു 11-15 റേഞ്ച്. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിന് കസ്റ്റമർ ആസ്ക് ചെയ്യാൻ പറഞ്ഞത് 360 എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവർ പാർട്ടി ചോദിച്ചാണ് 3,60,000 രൂപ. 2013 കംഫർട്ട് ലൈൻ പോളോ, ലോ കിലോമീറ്ററാണ്, സിംഗിൾ ഓണർഷിപ്പാണ്, മെയിൻറ്റൈൻഡ് ആയ വണ്ടിയാണ്, വെൽ മെയിൻറ്റൈൻഡ്, ഫുൾ കമ്പനി സർവീസ് എല്ലാം പുറത്തുനിന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നിങ്ങൾ വിളിച്ചോ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 3 ലാഖ്? ഒരു 2.5 എത്ര കിട്ടും? ഓക്കെ, 2.5 ലക്ഷം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നല്ലൊരു സെഡാൻ വാഹനം, KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന ഒരു ഹോണ്ട സിറ്റിയാണ്. ഇതെങ്ങനെയാണ് ബ്രോ ഡീറ്റെയിൽ? ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. 2022 മോഡൽ. 22 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, ഏത് ഓപ്ഷൻ? ഓപ്ഷൻ വരുന്നത് വി മാനുവലാ? മാനുവൽ. വി മാനുവൽ ടോപ്പ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ടോപ്പിൻ്റെ താഴെ എന്ന് വെച്ചാൽ പുഷ് ബട്ടണും 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അലോയ്സ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ടോപ്പിലേക്ക് പോകുമ്പോൾ സൺറൂഫ്, പിന്നെ 6 എയർ ബാഗ്, ഇതിൻ്റെ ഒക്കെ വ്യത്യാസം. അലോയിൻ്റെ കളറ് മാറും, അലോയിൻ്റെ കളർ മാറും, സ്റ്റൈലും മാറും തോന്നുന്നു അല്ലേ? സ്റ്റൈലും മാറും. ഓക്കെ, ആ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് ടോപ്പിലേക്ക്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി തന്നെയാണ് ഇത്. ഓക്കെ, സർവീസ് ഒക്കെ പ്രോപ്പറാ? കമ്പനി സർവീസാണ്. ഫുള്ള് 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45,000. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്രയാണ് നമ്മളോട് ചോദിക്കുന്നത്? 8,85,000. 8.85 2022 മോഡൽ 45,000 കിലോമീറ്റർ ഓടിയ വി ഓപ്ഷൻ പെട്രോൾ മാനുവൽ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് ഓടുക. 12-15 റേഞ്ച്, 15-16 വരെയൊക്കെ മൈലേജ് കിട്ടും നോക്കി ഓടിച്ചാൽ. പെട്രോളാണ്, വളരെ ലോ കോസ്റ്റ് മെയിൻ്റനൻസ് ഉള്ളൊരു വണ്ടി. ഒരു 7-8 ഇടയിൽ ലോണും കിട്ടും. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടില്ല, ബമ്പർ മാറിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ റിനോ. കൈകർന്നും വായിക്കാം, കീർന്നും വായിക്കാം, എങ്ങനെയും വായിക്കാം. KL77 രജിസ്ട്രേഷൻ വാഹനമാണ്. പേരാമ്പ്ര, കോഴിക്കോട് ജില്ലയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡൽ. AMT ആണ് വരുന്നത്, ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഓക്കെ, 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടി. ഫസ്റ്റ് ഓണർ അല്ല? ഓക്കെ, ഇതിന്റെ CVT വരുന്നുണ്ടോ? CVT വരുന്നുണ്ട്. രണ്ടിലുണ്ട്, മാഗ്നൈറ്റിലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. CVT AMT അല്ല? ഓക്കെ, അപ്പോൾ ഇത് AMT ഗിയർ ബോക്സ് ആണ്. CVTനേക്കാൾ കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും മൈലേജ് കുറയില്ല. നമ്മൾ മാനുവൽ B2B ആണ് ഇൻഷുറൻസ്. ഓക്കെ, B2B ബമ്പർ ടു ബമ്പർ. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് 1000 രൂപ ഒരു ക്ലെയിം എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ്. ഓട്ടോ എത്ര പോയത്? ഓട്ടോ 38,000. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അപ്പോൾ മാഗ്നൈറ്റ് നോക്കുന്നവരുണ്ടെങ്കിലും ഇത് പരിഗണിക്കാവുന്നതാണ് അല്ലേ? രണ്ട് സെയിം സാധനം തന്നെയാണ്, രണ്ട് കമ്പനി എല്ലാം ആണെങ്കിലും ആ ഒരു ഫീലാണ്. ഓക്കെ, എത്ര ചോദ്യം? എത്രയാണ് ഇത് നമ്മളിവിടെ ചോദിക്കുന്നത്? 6,70,000 രൂപയ്ക്ക് 2022 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് 6 ലക്ഷം വരെ കിട്ടുമോ? 6ന്റെ മുകളിൽ നമുക്ക് ലോൺ, ചെറിയ ഡൗൺ പേയ്മെന്റ് ചാൻസ് ഉണ്ട് അല്ലേ? വേറെ മേജർ ക്ലെയിം ഒന്നുമില്ലല്ലോ? മേജർ. ഇത് ഫുള്ളും
ഷോറൂമിൽ തന്നെ സർവീസ് അല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഹ്യുണ്ടൈ വെന്യൂ, ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് തന്നെ, KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഇതിലേത് ഓപ്ഷൻ ഏതാ? ഇത് SX പ്ലസ്. ഓക്കെ, ടോപ്പിന്റെ തൊട്ട് താഴെ. ഇതിന്റെ മേലെ വരിക വെച്ചാൽ 6 എയർ ബാഗ് വരും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ടാവും അല്ലേ? സൺറൂഫ്, അലോയ്സ്, പുഷ് ബട്ടൺ, എല്ലാ ഫീച്ചേഴ്സും, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ലോ കിലോമീറ്റർ ആണ്. ക്രൂസ് കൺട്രോളിൽ വരുന്നുണ്ടോ? ക്രൂസ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഏതാ മോഡല്? 2019 മോഡല്. 19. ഓക്കെ, കിലോമീറ്റർ ആകെ 29,000 ഓടിയിട്ടുള്ളൂ. വാവ്, ലോ കിലോമീറ്റർ, 6 ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്, 6 വർഷം കൊണ്ട് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ മെയിൻറ്റൈൻ ആണോ? പ്രോപ്പർ മെയിൻറ്റൈൻ ആണ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല അല്ലേ? ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, വണ്ടി വരാം. ടർബോ DCT, ഓട്ടോമാറ്റിക് ടർബോ DCT 2019 ലോ കിലോമീറ്റർ, 6 വർഷം കൊണ്ടാണ് വെറും 23,000 കിലോമീറ്റർ. 29,000 കിലോമീറ്റർ, സോറി, 29,000 കിലോമീറ്റർ 6 വർഷം കൊണ്ടാണ് ഓടിയത്. ഏകദേശം 10 കിലോമീറ്റർ അല്ലേ? ഓക്കെ, 60,000 എത്തേണ്ട അടുത്ത് 30,000 ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? എത്രയാണ് ഇത് നമ്മൾ ചോദിക്കുന്നത്? 8,20,000. 8,20,000 2019 ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന SX പ്ലസ് ടർബോ DCT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് ഈ ഒരു വെന്യൂ സിംഗിൾ ഓണർഷിപ്പ് 29,000 കിലോമീറ്ററോടെ വണ്ടി നിങ്ങൾക്ക് KL11 വണ്ടി. ഒരു 7.25-8 ലക്ഷം വരെയൊക്കെ ലോൺ വരും, ചാൻസ് ഉണ്ട് അല്ലേ? 7.25 വരെ. അടുത്തതാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലേ വാഹനമാണ് നിസാൻ സണ്ണി KL7 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. നിങ്ങളുടെ ഡീറ്റെയിൽ ഇപ്പോൾ ഇത് 2012 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള. ഓക്കെ, 1,15,000 കിലോമീറ്റർ ഓടിക്കും. 1.15 സർവീസ് ഉണ്ടോ? സർവീസ് പുറത്തുനിന്നാണ്. ഓക്കെ, 2012 മോഡലാണ്. എന്തായാലും നിലവിലെ കണ്ടീഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മെക്കാനിക്കൽ അവസ്ഥ ഒക്കെ നോക്കാം. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. മെക്കാനിക്കൽ പരമായിട്ട് ഒക്കെ പക്കാണ്. വലിയ ടയർ കുറച്ച് മോശമാണ്. നമ്മൾ ടയർ ഒരു ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെക്കൻഡ്സ് നല്ല ടയർ, നല്ല കട്ടുള്ള ടയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡീസലാ? ഡീസലാണ് വരുന്നത്. ഡീസൽ ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ XV. ഓക്കെ, പുഷ് ബട്ടണും 2 എയർ ബാഗും ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ല, അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? എത്രയാണ് ഇത്? 2.5 ലക്ഷം രൂപ. 2,50,000 രൂപയ്ക്ക് 2012 XV ഫുൾ ഓപ്ഷൻ ഡീസൽ ഈ ഒരു സണ്ണി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 12 വണ്ടിയല്ലേ, ചെറിയ ലോൺ കയറുള്ളൂ, ഒരു 1.5 നോക്കിയാണ്. ഓക്കെ, സണ്ണി ഓഫർ വിലയിലൊക്കെ കിട്ടും, പക്ഷെ അത് ചിലപ്പോൾ കിട്ടുന്നതാണ്. പൊതുവെ കോമൺ ആയിട്ടുള്ള അല്ല, അങ്ങനെയല്ല, വിലേൻ്റെ പറഞ്ഞാണ്. ഓഫർ വിലയിൽ ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഓഫർ വിലയുള്ള ഈ സംഭവം സണ്ണി. അപ്പോൾ അത് വെച്ചാൽ ചില ടൈമിൽ അങ്ങനെ കിട്ടുന്നതാണ്. അതെ, ഓക്കെ, മൊത്തത്തിൽ ഏകദേശം ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് വരുന്നത്. അപ്പോൾ അത് പ്രൈസ് എന്തെങ്കിലും മാറ്റി കൊടുക്കാമോ? ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലും കുറഞ്ഞ വണ്ടികൾ നമ്മൾ ഉണ്ട് കേട്ടോ. ഉണ്ട് അല്ലേ? അതിലും കുറഞ്ഞത് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മളെ വീഡിയോയിൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോരാ. അടുത്തതാ ഒരു 6 സീറ്ററാണ്. MGയുടെ ഹെക്ടർ പ്ലസ് ആണ്. KL33 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ബ്രോ? ഇത് ഷാർപ്പാണ് വേരിയന്റ് വരുന്നത്. ഫുള്ള് ടോപ്പ് എൻഡ് മോഡലാണ്. ടോപ്പ് എൻഡ് ഏതാ? ഡീസലോ പെട്രോളോ? ഡീസൽ 2 ലിറ്റർ ഓട്ടോമാറ്റിക്. മാനുവൽ. ഡീസലിൽ മാനുവലേ ഉള്ളൂ, പെട്രോളിൽ ഓട്ടോമാറ്റിക് ഉള്ളൂ. സോറി. അപ്പോൾ ഡീസൽ മാനുവൽ 2 ലിറ്റർ എഞ്ചിനാണ് വരിക. ജീപ്പ് കോമ്പസ്, അതേപോലെ ടാറ്റ സഫാരി, ഇതിൻ്റെ ഒക്കെ ലെവലിൽ നിൽക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വാഹനം എടുത്ത് ഓടിച്ച് നോക്കിയിട്ട് ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാ ലക്ഷറി ഫീലും എല്ലാം അത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണിത് അല്ലേ? ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ഇതിനെ പറ്റി പറയും. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡും ആണ്. 2020 മോഡൽ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വരുന്നത് 90,000 കിലോമീറ്റർ ആണ്. വാറണ്ടി ഈ എടുത്ത് തീർന്നിട്ടുള്ളൂ, ഒരു 1.5-2 മാസം ആയിട്ടുള്ളൂ. വാറണ്ടി കഴിഞ്ഞു, ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചാൻസ് ഇല്ല കിട്ടാൻ അല്ല? ഇല്ല. ഇനി ഒരു തേർഡ് പാർട്ടി വാറണ്ടി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കസ്റ്റമർ ആവശ്യപ്പെട്ടാണ് നിങ്ങൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തേർഡ് പാർട്ടി വാറണ്ടി എടുത്ത് തരാൻ പറ്റും. അപ്പോൾ എത്രയാണ് ചോദ്യം? ഇപ്പോൾ ഇത് ചോദിക്കുന്നത് 11.5 ലക്ഷം. 11,50,000 രൂപയ്ക്ക് 2020 MG ഹെക്ടർ പ്ലസ് 6 സീറ്റർ ഡീസൽ ഫുൾ ഓപ്ഷൻ മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 90,000 ഓടിയ വണ്ടിയാണ്. ഒരു 10-12 ലോൺ വരും. ഒരു 11-12 മൈലേജ് കിട്ടും. ഇതിന് മൈലേജ് നമുക്കൊരു 15 കിട്ടും. 15 കിട്ടും ലോങ്ങിലല്ലേ? ലോങ്ങിൽ. ഓക്കെ, അടുത്തത് ഹ്യുണ്ടൈ എക്സ്റ്റർ KL18 വടകര രജിസ്ട്രേഷൻ വാഹനമാണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെയാണ് ബ്രോ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ.
സിംഗിൾ ഓണർഷിപ്പാണ്. 32,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 32,000. ഏതാ മാസം? മാസം വരുന്നത് 9ാം മാസം. അപ്പോൾ 9ാം മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയായിരിക്കും അല്ലേ? ഓക്കെ. 26 9ാം മാസം വരെ അണ്ടർ വാറണ്ടിയിൽ തന്നെ നിൽക്കുന്ന വാഹനമാണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ തന്നെ SX ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വണ്ടി. ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ് വരിക. SX പറയാൻ ടോപ്പിൻ്റെ തൊട്ട് താഴെ ചെറിയ മാറ്റമുള്ളൂ. ഇതിൽ തന്നെ അന്ന് തന്നെ ഹ്യുണ്ടായി 6 എയർ ബാഗ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് ഈ ഒരു ഓപ്ഷനിൽ തന്നെ. ഓക്കെ. അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ 23 മോഡൽ വണ്ടി. എത്രയാണ് ചോദ്യം? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 7,70,000 ആണ്. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്, ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന വാഹനം, സിംഗിൾ ഓണർഷിപ്പ്. മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് 770 അല്ലേ? ഓക്കെ. ലോണ് 7 ലക്ഷം കിട്ടുമോ? ലോണ് എറൗണ്ട് നമുക്ക് ഫുൾ ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ ഒരു 11-15 റേഞ്ച് ഏകദേശം മൈലേജും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഥാറാണ്. മഹീന്ദ്ര താർ KL 77 കോഴിക്കോട് പേരാമ്പ്ര രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതെങ്ങനെയാണ് പ്രോ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. സിംഗിൾ ഓണർ. ഓക്കെ. കിലോമീറ്റർ ആകെ 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 54,000. ഓക്കെ. നോർമൽ ഓട്ടോ. 4 വീല് ഓട്ടോമാറ്റിക്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? 4x4 4 വീൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇന്ന് ഇതിൻ്റെ വില ഏകദേശം 21 ലക്ഷത്തി സംതിങ് ഉണ്ട് ഓൺ റോഡ്. ഇപ്പോഴത്തെ വില അന്ന് ഏകദേശം എത്ര ഉണ്ടാവും? അന്ന് 20 ആ റേഞ്ചിലുണ്ടാവും അല്ലേ ഏകദേശം? ഓക്കെ. അപ്പോൾ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. അഡീഷണൽ കുറച്ച് ഫിറ്റിങ്സ് കയറിയിട്ടുണ്ട് അല്ലേ? അഡീഷണൽ ഫിറ്റിങ്സ് എന്ന് പറയുമ്പോൾ വാംഗ്ലറിന്റെ ബമ്പർ മെറ്റലാണ്. പിന്നെ ഗ്രില്ല് മാറിക്കിന്, ഹെഡ്ലൈറ്റ് മാറിക്കിന്. ഇവിടെ ഇത് പ്രൊജക്ട് ഹെഡ്ലാമ്പാ? ഇത് പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പാ വരുന്നത്. പിന്നെ ബാക്കിൽ ടെയിൽ ലൈറ്റ് മാർക്കിക്കിന്. നല്ല 5 ടയേഴ്സും ഉണ്ട് അല്ലേ? സ്റ്റെപ്പിന് ടയറും പുത്തൻ ടയർ. സ്റ്റെപ്പിന് അടക്കം പുത്തൻ ടയേഴ്സാണ്. ഓക്കെ. അപ്പോൾ എത്ര ചോദ്യം ഇപ്പോൾ? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 15,65,000. 15-65 കുറച്ച് കൊടുക്കാമല്ലോ? കുറച്ച് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. 2021 4 വീൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്കൊരു 13 ലോൺ ചെയ്ത് കൊടുക്കാം. 13 വരെ. വില എന്തൊക്കെ മാറ്റാൻ ഉറപ്പല്ലേ? ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഏതൊക്കെ വാഹനങ്ങൾ ഇപ്പോൾ വേറെ നമ്മളിൽ i20 ഉണ്ട്, ക്രെറ്റ ഉണ്ട്, പിന്നെ i10 ഉണ്ട്. പിന്നെ ഫിഗോ, ഫോർഡ് ഫിഗോ ഉണ്ട്, ചെറുവണ്ടിയായിട്ട് ഫിഗോ ഉണ്ട്, പിന്നെ വാഗനർ ഉണ്ട്, ആൾട്ടോ 800, റിഡ്സ്, അങ്ങനെ കുറച്ച് വണ്ടികളും ഉണ്ട്. ഒക്കെ ബഡ്ജറ്റ് ഒതുങ്ങിയ വണ്ടിയാണ്. നമ്മളെല്ലാം കൂടി നമുക്ക് വിളിക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ. എന്തായാലും ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പേജ് ഫോളോ ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.